അഞ്ചാം പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് തന്നെ 100-ലധികം കുട്ടികളാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. എന്താണ് അഞ്ചാം പനി, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നും എങ്ങനെ ഈ അഞ്ചാം പനിയെ പ്രതിരോധിക്കാമെന്നും നമുക്ക് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ നോക്കാം. മിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന മോർബിലി വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് അഞ്ചാം പനി. നമ്മുടെ നാട്ടിൽ തന്നെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്. അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ആന്റിബോഡീസ് ശരീരത്തിൽ ഉള്ളതുകൊണ്ടാവാം 6 മാസം വരെയുള്ള കുട്ടികളിൽ അധികം ഈ അസുഖം കാണപ്പെടാത്തത്. എങ്കിലും കൗമാരപ്രായത്തിലും മുതിർന്നവരിലും അഞ്ചാം പനി ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പനിയാണ് ആദ്യത്തെ തന്നെ ലക്ഷണം. കൂടാതെ ചുമ, കണ്ണു ചുമക്കൽ, ജലദോഷം എന്നിവയും ഉണ്ടാകും. അത് കഴിഞ്ഞ് 4 ദിവസം പിന്നിടുമ്പോഴേക്കും ചെവിയുടെ പുറകിൽ നിന്ന് തുടങ്ങി മുഖത്തേക്ക് പടർന്ന ശേഷം ദേഹമാസകലം ചുവന്ന പൊടിപ്പുകൾ കാണപ്പെടും. അപ്പോഴേക്കും പനി പൂർണ്ണമായി ഭേദമാകും. കൂടാതെ വയറിളക്കം, ഛർദി, ശക്തമായ വയറുവേദന, അപ്പൻഡിക്സിന്റെ പഴുപ്പ് ഒക്കെ ഉണ്ടാകും. വയറിളക്കം കൃത്യമായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണം മൂലം മരണം വരെ സംഭവിക്കാം. എങ്ങനെയാണ് ഈ രോഗം പടരുന്നത് എന്ന് നോക്കാം. അസുഖമുള്ള ഒരാളുടെ കണ്ണിൽ നിന്നുള്ള സ്രവത്തിൽ നിന്നോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന കണങ്ങൾ വഴിയോ രോഗപകർച്ചയുണ്ടാകാം. മുഖാമുഖം സമ്പർക്കം വേണമെന്നില്ല. ഒരു രോഗിയുടെ സ്രവങ്ങളുമായി സമ്പർക്കം ഉണ്ടായ 90% ആളുകളിലേക്കും അഞ്ചാം പനി പിടിപെടാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാവുന്നതിന് മുമ്പ് അഞ്ചാം പനി പിടിപെടുന്ന കുട്ടികളുടെ എണ്ണവും അതു കാരണം മരണം സംഭവിക്കുന്ന എണ്ണവും ഒരുപാട് കൂടുതലായിരുന്നു. കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അത് സ്വീകരിക്കുന്നവരുടെ എണ്ണവും കുറവായതിനാൽ ലോകത്ത് തന്നെ 1.4 ലക്ഷം കുട്ടികൾ അഞ്ചാം പനി മൂലം ഓരോ വർഷവും മരണപ്പെട്ടിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്ന കുട്ടികളുടെ ശതമാനം കുറവായതുകൊണ്ട് ലോകത്താകമാനമുള്ള അഞ്ചാം പനി മരണങ്ങളിൽ 50% നമ്മുടെ ഇന്ത്യയിലാണെന്ന വസ്തുത ഗൗരവമേറിയതാണ്. ഇതൊക്കെ തടയാൻ എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ രക്ഷാകവചമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. കുത്തിവയ്പ്പ് പട്ടിക പ്രകാരം കുട്ടിക്ക് 9 മാസം തികയുമ്പോൾ ആദ്യ ഡോസ് MR-ഉം കൂടെ വിറ്റാമിൻ A തുള്ളികളും നൽകണം. രണ്ടാമത്തെ ഡോസ് 1.5 വയസ്സ് മുതൽ 2 വയസ്സാവുന്നത് വരെയുള്ള പ്രായത്തിൽ ചെയ്യാം. വലതു കൈയിലാണ് ഈ കുത്തിവയ്പ്പ്. ഒരു ഉറുമ്പരിക്കുന്ന വേദന, അത്രയേ ഉള്ളൂ. വളരെ അപൂർവമായ കുത്തിവയ്പ്പിന് ശേഷം ചെറിയ പനിയോ ദേഹത്ത് പൊടിപ്പോ ഉണ്ടാകാം. ഇത് തീർത്തും ഭയപ്പെടേണ്ട ഒന്നല്ല. എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.